കുഞ്ഞാപ്പോ എവിടെ നോക്കിയാലും അന്നയല്ല ചവനോ. അല്ല ഇജ്ജെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്? തല വേനിക്ക? അതിനിവിടെ വന്ന് ഇരുന്നിട്ട് എന്താ? ഇവിടെ നിന്നാലേ കൊഴപ്പില്ല. ഞാനേ ഉമ്മ പറഞ്ഞേ ഇങ്ങനെ നടക്കണ്ട, തൊഴിലുറപ്പിന് പോയിക്കോ പറഞ്ഞു. അപ്പൊ നമ്മടെ ഒരു തലവേന അപ്പൊ തലവേന ഇവിടെ ഐഡിയ പറഞ്ഞിരിക്കണല്ലേ? മനസ്സിലായി. ഐഡിയ അല്ലടാ, സൂത്രാണ്. നല്ല സൂത്ര പറഞ്ഞിരിക്കാണ്. അപ്പൊ പണിക്കോ? അപ്പൊ ഈ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നോ പണിക്കും പോവാതെ? ഭയങ്കര ചളിയാണ് അവിടൊക്കെ. ചളിയാ പണി വെറുതെ കിട്ടുമോ? പൈസ വെറുതെ തരൂലല്ലേ? പണിക്കോയ തന്നെ കിട്ടുള്ളൂ. ചളിയാണ് മാനേ. ഞങ്ങളെ ചോറൊക്കെ തിന്ന് വയറുവേനൊക്കെ മാറിയല്ലേ? ഇനിയിപ്പോ ഇനി കിട്ടുമ്പോ കണ്ടറിഞ്ഞ് തിന്നണ്ട. അല്ല കണ്ടറി തിന്നാ മതി. അല്ല കണ്ടറിയാലും കൂടുതൽ തിന്നണ്ടെന്ന് പറയാ ഇനി കിട്ടുമ്പോളേ. എന്നിട്ട് ഇമ്മ പറയാളാ, ഏടാ കുഞ്ഞാപ്പ്, ഞാനേ ഒരു ദിവസം കഴിഞ്ഞ പേരല്ലേ, മോശമല്ല കടന്നിട്ടില്ലെങ്കിൽ ഇജ്ജ് ഇവിടെ ഇരിക്ക്, ഞാനൊന്ന് പോയാക്കി വരാം, അടിമുടിയും കൊണ്ടുവരാനാണെന്ന് മൂത്തമ്മ വന്നിരുന്ന്. ബാക്കി എന്നിട്ട് മൂത്തമ്മ വന്നപ്പോ ഉമ്മ അടക്കില്ല. അപ്പൊ മൂത്തമ്മ ചോദിച്ചു എവിടക്ക പോടെ ഉമ്മാന്ന്. അപ്പൊ ഞാൻ പറയും എന്റെ ഉമ്മ നിങ്ങളെ മാതിരി ഒന്നല്ല, എന്റെ ഉമ്മക്ക് എന്ത് സ്നേഹാണ്. ഓരോടെ കുറ്റോസം ഇന്നലെ അത് കഴിഞ്ഞപ്പോ ഇമ്മ ഓരോടക്ക് പോയി നോക്കിക്കണ്. അപ്പൊ നല്ല സ്നേഹം കൊണ്ടല്ലേ. അപ്പളാ മൂത്തമ്മ പറഞ്ഞ് അടിപൊടി വാങ്ങാനാവും ഉണ്ടോ? എന്റെ അമ്മ ഏതാ വളവത്തി, ഞാൻ അറിഞ്ഞ അത്ര അറിയോടെ കുഞ്ഞാപ്പോ. ഓളെ ആയ കാലത്തും അങ്ങനെ തന്നെ ഒരു വളവത്തിയാണ്. ഓളെ അടിമുടിയൊക്കെ കൊണ്ടുവരാനാണ്. അടിമുടിയില്ലേ? എന്തെങ്കിലും ബാക്കി ഉണ്ടായില്ലേ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവും. വന്ന് അപ്പൊ ഞാൻ മൂത്താപ്പ അടച്ച മൂത്താപ്പൊക്കെ തീരെ വെച്ചത്രേ. മൂത്താപ്പനായി ചോദിക്കാൻ പറഞ്ഞു, കൊറേ ആയാലും കണ്ടിട്ട്. മൂത്താപ്പ എന്നും വരണെന്നൊക്കട്ടെ. മൂത്താപ്പൊക്കെ തീരെ വെച്ച. അപ്പൊ മൂത്താപ്പ ഇനി പിന്നെ വരും. മൂത്തുമ്മ ഇവിടെ ഒക്കെ വന്നതാണ്. ഞങ്ങളൊക്കെ കണ്ടിട്ട് കൊറേ ആയില്ലേ. അപ്പൊ ഉമ്മാനെ കണ്ടില്ല. അപ്പൊ മൂത്തുമ്മ അറിയാം എന്തായാലും ഞാൻ ഇവിടെ കുറച്ചിരിക്കട്ടെ, എന്റെ ഉമ്മാനെയും കണ്ടിട്ടൊക്കെ പോവാന്ന് പറഞ്ഞു. മോനെ ഇന്റെ അമ്മ 2 കജ്ജും സാധനങ്ങൾ തൂക്കി കൊണ്ടുവരുന്നു ആക്കിയുള്ളത്. മൂത്തുമ്മ ഞാൻ മണ്ടി ചെന്ന് പറഞ്ഞു ഉമ്മ കൊടുന്നിട്ട് മൂത്തുമ്മ ഒരു വിഷമം ഉണ്ടാക്കിട്ട് ഉമ്മാട് പറഞ്ഞു മൂത്തുമ്മണ്ടിട്ട് കൊലായിമേ. അപ്പൊ തന്നെ ഉമ്മ അറിയാലോ. ഓൾക്ക് താത്താക്ക് വരാൻ കണ്ട നേരം, താത്താക്ക് വരാൻ കണ്ട നേരം അങ്ങോട്ട് മീനൊന്നും കിട്ടിയിട്ടില്ലേ. അവ ഈ കൊടുന്നേന്ന് കൊടുക്കണ്ടേ വെച്ചിട്ടാ? അതെന്താ അറിയില്ല, മീനൊന്നും കിട്ടിയിട്ടില്ല. അവക്ക് തോന്നുന്നേ ഇനി മകനെ പണിയും കുന്തില്ല നടക്കല്ലേ. മൂത്തമാക്കാണെങ്കിൽ മൂത്താപ്പാന്റെ അതേമാതിരിയാണ്. പൊരിച്ചമ്മീൻ വേണോ, ചാറ് വെച്ചതുണ്ടെങ്കിൽ അതും വേണോ, പപ്പടം വേണോ, അതൊക്കെ വേണം. അപ്പഴൊക്കെ ഉണ്ടാവും. മൂത്തമാണെങ്കിൽ ഉച്ച നേരത്തല്ലേ വന്നിക്കണത്. അപ്പൊ ഉമ്മ വന്നിട്ട് വെളവത്തി ഏതാ സാധനം വെച്ചിട്ട് താത്താ താത്താ നിങ്ങൾ എന്താന്ന് ഇങ്ങോട്ട് വരാത്തത്? കാക്കിയും വരില്ല താത്തിയും വരില്ല, ഞങ്ങൾ മറന്നില്ലേ, ഞങ്ങൾ മറന്നില്ലേ. ഉമ്മ മൂത്തുമാനെ കണ്ടപ്പോ പറയണ. അപ്പൊ എന്നോടൊക്കെ ഞാൻ ഇമ്മാനെങ്ങനെ നോക്കി. ഇമ്മ എന്ത് വർത്താനല്ലേ പറഞ്ഞത്? ഇങ്ങനെ നോക്കി. അപ്പൊ തന്നെ ഉമ്മക്ക് മനസ്സിലായിരിക്കും തോന്നുന്നു. ഞാൻ എന്തെങ്കിലും പറയിപ്പിച്ചിട്ട് താത്താ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കട്ട്, എടാ കുഞ്ഞാപ്പ ഇവിടെ വാടാ എന്നിട്ട് ഇമ്മ എന്നെ ഔത്തേക്ക് കൊണ്ടുപോയിട്ട് അറിഞ്ഞേ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടത്തരം വളമീനിങ്ങനെ ചിരിയാൻ പൊട്ടിക്കൂടാ. എന്നിട്ട് ഇവിടെ ചിരിയാൻ പൊട്ടിക്കുക പറഞ്ഞു. അപ്പൊ മുത്തമ്മ കഴിക്കണം എന്താണ് വിവാത്തോ ഇജിക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ടട്ടാ, ഒന്നും ഉണ്ടാക്കണ്ടട്ടാന്നങ്ങനെ പറഞ്ഞിട്ടാ. അപ്പൊ ഉമ്മ അറിയാണ്. ഞാൻ ചെക്കനോട് താത്ത എത്ര പറഞ്ഞിരിക്കണത് മീൻ മേടിക്കാൻ. ചെക്ക അതാ അവിടൊക്കെ പോയിട്ട് മീൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴാന്ന് പറഞ്ഞിരിക്കണെന്ന് ചോദിച്ചു. അത് കേട്ട ഉമ്മ കൊല്ലിക്കൊൻ തന്നു. അപ്പൊ മൂത്തുമാക്ക് കേട്ടിട്ടില്ല. എന്താണ് കുഞ്ഞാപ്പോ? പറയാ ഒന്നുമില്ല, ഓനെ ഞാൻ മീൻ പറഞ്ഞേക്കാണ്. അപ്പൊ മൂത്തുമ്മ എടുത്തേക്കറിഞ്ഞേ എന്തായാലും ഇത്ര നേരമായാലേ മീൻ ഇനിയിപ്പോ ചോറൊക്കെ നേരം വെക്കൂല, മീൻ പറഞ്ഞേക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ മീൻ മേടിക്കണെങ്കിൽ അയിലെന്നെ മേടിച്ചു പറഞ്ഞു. വയറ് കാളി. ഉമ്മ എന്താ വിചാരിച്ചു മൂത്തുമാരെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും വിചാരിച്ചു. അത് നടന്നില്ല. അങ്ങനെ മോനെ
ഉമ്മ അറിഞ്ഞ് ഉമ്മ അവിടുന്ന് കൊടുന്നത് ഈ എന്താണ് കക്കും കറളൊക്കെ ഉണ്ടല്ലോ ബാക്കിയായത് അത് മൂത്തമാക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഉമ്മ അറിഞ്ഞ് എന്താ ചെയ്യാ താത്ത മീനും കിട്ടില്ല, ഇനി പോവാൻ ചെക്കനാണ് പോവാൻ കൂട്ടാക്കണില്ല. അപ്പൊ ഞാൻ പറയും ഉമ്മ പോയിക്കൊണ്ട് പറഞ്ഞിട്ട് ഉമ്മ കൂട്ടാക്കണില്ല, ഇത് പിച്ചന്നെ. അപ്പൊ ഉമ്മ അറിഞ്ഞ് ചെക്കൻ കൂട്ടാക്കണില്ല, ഇപ്പൊ ഓരോന്ന് കൊടുന്ന കുറച്ച് കക്കും കറലുണ്ട്, അത് കൂട്ടിട്ട് നമുക്കത് തിന്നാറ്. അപ്പൊ മൂത്തമാൻ ആ കക്കും കറലുണ്ടായിട്ടാണ് ചൂട്ട് കൊണ്ടുവരാൻ നമുക്ക് തിന്നാറ്. അപ്പൊ എന്റെ അമ്മ വിചാരിച്ചു നിന്ന് മൂത്തമ്മ കുറച്ച് തിന്നോളൂ വിചാരിച്ചു. ആ കക്കും കറലും കൂടാ ചെക്കാ മൂത്തമ്മ തിന്ന്. കുഞ്ഞാപ്പൂനും കിട്ടിയില്ലേ? എനിക്ക് കിട്ടിയില്ല. ഞാനിപ്പോ ഉമ്മാന്റെ മുഖത്ത് ഞാൻ നോക്കി ഉമ്മ അറിഞ്ഞു മുട്ടേന്റെ ബാക്കി ഉണ്ടെങ്കിൽ കിട്ടു പറഞ്ഞു. എന്നിട്ട് ഉമ്മ അറിയാം നല്ല ആളത്തെ ഞാൻ കൊടുത്തിരിക്കണത്. അപ്പൊ ഞാൻ അമ്മാട് പറഞ്ഞേ ഇമ്മാക്ക് ഇന്റെ അത്ര സൂത്രം ഒന്നും അറിയില്ല. അമ്മാട് പറഞ്ഞു എനിക്ക് കുറച്ചാണ്ട് വളം വെച്ചിട്ട് ആക്കി കൊടുത്താ പോരാ. എന്നിട്ട് ഉമ്മ അയച്ച കുഞ്ഞാപ്പൂനും ദീപാത്തും എടുത്ത് വെച്ചിട്ടുണ്ടാവൂലേ. അപ്പൊ ഉമ്മ വലിയ അഭിമാനിക്കാരിയാണ്. ഉമ്മ അറിയാം ഞങ്ങൾക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ആ താത്ത ചോറ് കഴിച്ചോളി, ഇനി താത്ത ഇപ്പൊ പോകണ്ട, അതാ വൈകുന്നേരം പോണ് കഴിച്ചു. അപ്പൊ തന്നെ മൂത്തമാറി ഞാൻ അപ്പൊ തന്നെ പോണില്ലടി, എന്തായാലും വന്നല്ലേ വെയിലറിച്ചാ പോകുന്നത്. പിന്നെ എനിക്കിനിപ്പോ എന്റെ ഒന്നും വർത്താനം പറയാൻ സമയമില്ല, ഞാന് അങ്ങാടിയിലൊന്ന് പോണം. എന്നിട്ട് മൂത്തമ്മ ഇത് പറഞ്ഞ പോലെ അങ്ങാടിക്കാണ്ട് പോവാണ്. അല്ല ഞാൻ പിന്നെ കേക്കാം, നാളെ കേട്ടോ. എന്നിട്ട് മൂത്തമ്മ കുറച്ചേരം കിടന്നിട്ട് ഇമ്മ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്ത് മൂത്തമ്മ പോയാ. എന്നായിക്കോട്ടെ, കുഞ്ഞാപ്പ ഇവിടെ ഇരിക്കട്ടെ, വരെ പോയിക്കോ. ഞാൻ പോയില്ല, ഞാൻ മനോട് സൂത്രം പറഞ്ഞ് വന്നല്ലേ തലവേനാറിട്ട്. എന്നായിക്കോട്ടെ, ഞാൻ പോട്ടെ. എന്നാ പോയി.